നമസ്കാരം, ഞാൻ ശുഭശ്രീ പ്രശാന്ത്, ന്യൂട്രീഷനിസ്റ്റാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയും ചെയ്തായിരുന്നു അല്ലേ, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എങ്ങനെ നമുക്ക് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിൽ നോക്കാം, ഈ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഹെൽത്തി ആകാത്തത് കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. അതായത് എന്താണ് ഈ ജീവിതശൈലി രോഗങ്ങൾ? നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യമാണല്ലോ, ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഇതൊക്കെ എന്താ, ഈ വാക്കുകളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണ്, ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻ്റ് എന്നും ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, എന്തുകൊണ്ടാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് ഉണ്ടാകുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ, ആ വേർഡിൽ തന്നെ ആ രോഗങ്ങളുടെ പേര് കിടപ്പുണ്ടല്ലേ, ജീവിതശൈലി രോഗങ്ങൾ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ശൈലി മാറ്റങ്ങൾ കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ നാം തന്നെ ഉണ്ടാക്കി വെച്ച ഒരുപാട് മാറ്റങ്ങളുടെ ഫലമായിട്ട് നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു കൂട്ടം രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. ഇത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രമേഹം, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം, അതായത് ബ്ലഡ് പ്രഷർ, ഹാർട്ട് ഡിസീസസ്, അതുപോലെ തന്നെ ലിവർ ഡിസീസസ്, കിഡ്നി ഡിസീസസ്, ഇനി വേണ്ട പ്രമേഹം, ഇപ്പോൾ വിളർച്ച, ഇതെല്ലാം നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്നല്ല, ഒരുപാട് രോഗങ്ങൾ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാകുന്നത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻ്റ് എന്നല്ലേ. നമ്മൾക്ക് പലർക്കും അറിയാമല്ലോ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം. ബയോളജി ക്ലാസ്സിൽ ഇത് പഠിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകാറില്ല. അപ്പോൾ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിൽ പറയുന്ന ഒരു കാര്യം എന്താണ്? നാം ഒരു കുരങ്ങിൽ നിന്നും മനുഷ്യനായിട്ട് രൂപകരണം ചെയ്യപ്പെട്ട ആ ഒരു പരിണാമം അതിൽ പറയുന്നുണ്ട് അല്ലേ. അതിൽ നമുക്ക് ആദ്യമായിട്ട് കാണിക്കുന്നവരുണ്ട്, നമ്മൾ 4 കാലിൽ നടന്ന കുരങ്ങനിൽ നിന്നും 2 കാലിലേക്ക് നിവർന്നു നിൽക്കുന്ന രൂപത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. നമ്മുടെ ശരീരത്തിലെ രോമങ്ങൾ നഷ്ടപ്പെട്ടു, നമ്മുടെ കൈകാലുകൾ ഇറക്റ്റായി വന്നു, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു തുടങ്ങി അല്ലേ. അപ്പോൾ കുമ്പിട്ട് നടന്ന് കുറച്ച് മുന്നോട്ട് പോയി, പിന്നെ നമ്മൾ ഇങ്ങനെ പോയി, പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു. ഇതിങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? നമുക്ക് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. നമുക്ക് പ്രപഞ്ചത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ശാസ്ത്രത്തിൻ്റെ ഒരുപാട് പുരോഗതികൾ സംഭവിച്ചു. നമ്മൾ വീണ്ടും ഇപ്പോൾ എന്താണ്, ഒന്നുകിൽ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കാറുണ്ടല്ലേ, ഇപ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു ഫോർ ഹാൻഡ് സ്ട്രക്ചർ, 4 കാല് സ്ട്രക്ചറിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്നു. അല്ലെങ്കിൽ നമുക്ക് വ്യായാമക്കുറവും ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടും പലരുടെയും ശരീരത്തിൻ്റെ ഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ആ മാറ്റങ്ങളുടെയൊക്കെ പരിണത ഫലമായിട്ട് കണ്ടുവരുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ ഇന്ന് ആശുപത്രികളുടെ എണ്ണം ഒരുപാട് കൂടുന്നു, ഒരുപാട് പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. ഇതൊക്കെ വേണം, ശാസ്ത്രത്തിൻ്റെ പുരോഗതി നമുക്ക് അനിവാര്യമാണ്. അർബനൈസേഷനും ഗ്ലോബലൈസേഷനും എല്ലാം വേണം, എല്ലാം നമുക്ക് പുരോഗതി നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് ചന്ദ്രനിൽ തൊടാൻ സാധിക്കും, ചന്ദ്രനിൽ എത്തിപ്പെടാൻ സാധിക്കുന്നു, ഇതെല്ലാം ശാസ്ത്രത്തിൻ്റെ വളർച്ച തന്നെയാണ്. അപ്പോൾ വളർച്ച അനിവാര്യമാണ്. ഒപ്പം നാം നമ്മുടെ ആരോഗ്യവും അതുപോലെ ശ്രദ്ധിക്കണം. പണ്ട് കാലത്ത് ആരോഗ്യമല്ല ഇന്ന് മനുഷ്യനുള്ളത്. പണ്ട് നമ്മളുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും അച്ഛൻ്റെയും അതുപോലെ തന്നെ അവരുടെ അച്ഛന്മാരുടെയും കാലഘട്ടത്തിൽ, ആ ഒരു കാലഘട്ടത്തിൽ കഴിച്ചു പോന്നിരുന്ന ആ ഒരു ഭക്ഷണ രീതി നമുക്കിന്ന് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമ്മളിന്ന് ആരും തന്നെ അത് ഫോളോ ചെയ്തില്ല. നമ്മളിലേക്ക് ഒരുപാട് ജങ്ക് ഫുഡ്സും അതുപോലെ തന്നെ ഒരുപാട് ഫാസ്റ്റ് ഫുഡ്സും ഒക്കെ അടിച്ചേൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായവർക്ക് വരെയും ഇന്ന് ഫാസ്റ്റ് ഫുഡിനോടാണ് കമ്പം. അപ്പം ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ അതിപ്രസരം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതാണ് ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും തിരിച്ചു പോകാനായിട്ട് എന്ത് ചെയ്യണമെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ചിട്ടയായ ഒരു ജീവിത രീതി കൊണ്ടുവരേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ലഞ്ച്, ഇതിന് ഓരോന്നിനും നമുക്കുള്ള സമയക്രമം, അതുപോലെ തന്നെ വെള്ളം കുടിക്കേണ്ട ആവശ്യകത നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ ഉറങ്ങേണ്ട ആവശ്യകത നമ്മൾ പറഞ്ഞു, ഉറക്കത്തിൻ്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികം ആക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പൂർവികർ, നമ്മുടെ അച്ഛനും അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനും ഒക്കെയുള്ള കാലഘട്ടത്തിൽ അവർ നമ്മളിന്ന് കഴിച്ചതിനേയും കാട്ടി ധാരാളം ഭക്ഷണം കൂടുതലായിട്ട് അവർ കഴിച്ചിരുന്നു. അവർ നന്നായിട്ട് ചോറ് കഴിക്കുമായിരുന്നു. രാവിലെ
അവർ മിക്കവാറും രാവിലെയും പല ആൾക്കാരും അന്ന് കാലത്ത് ചോറാണ് കഴിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചോറ് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ശരീരഭാരം കൂടുന്നു. അപ്പോൾ എന്താണ് ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ, അന്ന് നന്നായി ഭക്ഷണം കഴിക്കുകയും നന്നായി ശാരീരിക അധ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. വാഹനങ്ങളൊന്നുമില്ല, നടക്കും അല്ലേ, കൃഷി ചെയ്യും, ഭൂമിയിൽ മണ്ണിൽ ഇറങ്ങി പണി ചെയ്യും. ഗവൺമെൻറ് ജീവനക്കാരാണെങ്കിലും അന്ന് ജോലിയുള്ളവരാണെങ്കിലും എല്ലാവരും തന്നെ പറമ്പിൽ പണി ചെയ്യാൻ ആർക്കും തന്നെ ഒരു മടിയുമില്ല. എല്ലാവരും പറമ്പിൽ പണി ചെയ്യും. ഇപ്പോൾ വാഹന സൗകര്യങ്ങൾ തെറ്റെന്നല്ല, വാഹന സൗകര്യങ്ങൾ വേണമല്ലേ, നമുക്ക് അതുകൊണ്ടാണ് ഇന്ന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയൊക്കെ വളരെയധികം സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ആ യാത്ര നമ്മൾ സ്മൂത്താക്കുമ്പോൾ നമ്മുടെ ലൈഫിൻ്റെ യാത്ര കുറച്ച് കഠിനമായി പോകുന്നു. അപ്പോൾ ആ കാഠിന്യം കുറയ്ക്കാനായിട്ട് വ്യായാമം ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. നമ്മൾ രാവിലെ എണീറ്റ് കുറച്ച് നടക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പറമ്പോ ഒക്കെ ഉള്ളവരാണെങ്കിൽ പറമ്പിൽ കൃഷി ചെയ്യുന്നതും നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു കോവിഡ് സമയത്ത് അല്ലെങ്കിൽ കോവിഡ് കാലഘട്ടത്തിൽ ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് ഒരുപാട് പേര് വീട്ടിൽ കൃഷി ചെയ്യുകയും അല്ലെങ്കിൽ ഈ അടുക്കളത്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കോവിഡ് കാലഘട്ടമൊക്കെ തീർന്നു എന്നല്ല, ആ കോവിഡിൻ്റെ ആ ഒരു ഭീകരതയൊക്കെ മാറിക്കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി തുടങ്ങിയപ്പോൾ വീണ്ടും നമ്മിലേക്ക് വീണ്ടും ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ കൂടുതലായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അരങ്ങത്ത് നിന്നും അടുക്കളയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഭക്ഷണങ്ങളെല്ലാം ഇപ്പം പുറത്തുനിന്ന് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്നതിന് പകരം നമ്മുടെ വീട്ടിൽ തന്നെ പാചകം ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഭക്ഷണങ്ങൾ പാചകം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയിലും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് അസംസ്കൃത വസ്തുക്കളുടെയും എല്ലാം അളവും തോതും നമുക്ക് തന്നെ നിർണ്ണയിച്ച് ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരിക്കൽ ഉപയോഗിച്ച് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓയിൽസിൻ്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഫ്രോസൺ അതുപോലുള്ള കാര്യങ്ങളിൽ ഉപ്പിൻ്റെയും അതിൻ്റെയൊക്കെ അതിപ്രസരം നമുക്ക് പല അസുഖങ്ങളിലേക്കും കൊണ്ടെത്തിക്കും. നമുക്ക് വീട്ടിൽ തന്നെ പാചകം ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുക്കള പാചകത്തിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അടുക്കളത്തോട്ടത്തിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ വീട്ടിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് പച്ചമുളക്, തക്കാളി, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, നമുക്ക് ഡെയിലി യൂസിന് ആവശ്യമായ കറിവേപ്പില, കുറച്ച് ഇഞ്ചി, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് അടുക്കളയുടെ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ചട്ടികളിലോ ഒക്കെ നമുക്ക് നടാം. നമുക്ക് റീയൂസിങ് പ്ലാസ്റ്റിക് വേസ്റ്റേജിൻ്റെ റീയൂസിങ്ങും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നാം തന്നെ സ്വയം നമ്മുടെ ജീവിത രീതിയിൽ കൊണ്ടുവന്ന ചിട്ടയില്ലായ്മ, ശരിക്കും പറഞ്ഞാൽ ചിട്ടയില്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ചിട്ടയില്ലായ്മയാണ് നമ്മളെ ഇന്ന് ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമയാക്കി മാറ്റിയത്. എന്തൊക്കെ ജീവിതശൈലി രോഗങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. ഇനി ഓരോ ജീവിതശൈലി രോഗങ്ങൾക്കും ഓരോരോ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഭക്ഷണ നിയന്ത്രണമായാലും അതിൻ്റെ ബാക്കി കാര്യങ്ങളായാലും. അപ്പോൾ ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വരും എപ്പിസോഡുകളിൽ സംസാരിക്കാം. അതിനകത്ത് നമുക്ക് ആദ്യം അമിതവണ്ണത്തെക്കുറിച്ച് സംസാരിക്കാം, പ്രമേഹത്തെക്കുറിച്ച് സംസാരിക്കാം. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീടുള്ള എപ്പിസോഡുകളിൽ സംസാരിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ ലൈഫ് അതായത് നമുക്ക് പഴമയിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. അപ്പോൾ പഴമയുടെ നല്ല കാര്യങ്ങൾ ഈ പുതുയുഗത്തിൽ കൊണ്ടുവന്ന് ഹെൽത്തി ആയിട്ട് നമുക്കിരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി നമ്മുടെ ഈ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.